നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി മൂന്നാം ദിനത്തിലും ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചു. സെൻസെക്സ് 1000 പോയിന്റിന്റെ നേട്ടമാണ് ക്ലോസിംഗ് ബേസിസിൽ നേടിയത്. നിഫ്റ്റി ഇന്ന് 25,565.30 എന്ന ലെവലില് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയുണ്ടായി. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ ഇന്ന് റെക്കോർഡ് ഓൾ ടൈം ഹൈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. നിഫ്റ്റിയിൽ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോ. അവിടെ നിന്നും മാർക്കറ്റ് അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പ്രധാനമായിട്ടും കാണുവാനായിട്ട് സാധിച്ചത്. ഇന്ന് ശ്രീരാം ഫൈനാൻസ്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ഇറ്റേണൽ, ജിയോ ഫൈനാൻഷ്യൽ, അദാനി പോർട്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. തത്സമയം ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ടെക് മഹേന്ദ്ര, ഹീറോ മോട്ടോകോർപ്പ്, മാരുതി സുസുക്കി, SBI തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് നഷ്ടം നേരിടുക ഉണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ പ്രൈവറ്റ് ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ ഇൻഡസ്ട്രീസ് 1% മുതൽ 2% നേട്ടം ഇന്ന് കൈവരിക്കുകയുണ്ടായി. തത്സമയം റിയാലിറ്റി മീഡിയ സെക്ടർ 1% ഇടിവാണ് കാണുവാനായിട്ട് സാധിച്ചത്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലെ റാലിനെ പ്രധാനമായി സഹായിച്ചത് നമ്മുടെ മാർക്കറ്റിലെ ഫിനാൻഷ്യൽ ആൻഡ് മെറ്റൽ സ്റ്റോക്സ് ആണ്. ഇന്ന് US ഡോളർ വീക്കൻ ആയതും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മിഡിൽ ഈസ്റ്റിന്ന് മാറി മറിഞ്ഞതൊക്കെ കൊണ്ട് തന്നെ ഇന്ന് ഗ്ലോബൽ വിപണിയിലും വളരെ പോസിറ്റീവായിട്ടൊരു ട്രെൻഡ് തന്നെയായിരുന്നു കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആഭ്യന്തരമായ കാര്യങ്ങളും ഗ്ലോബലായ കാര്യങ്ങളും നമ്മുടെ മാർക്കറ്റിനെ ഇന്നത്തെ റാലിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് US ഡോളർ വീക്ക് ആവുന്നതാണ് കണ്ടത്. ഇന്ന് ഇന്ത്യൻ രൂപ 39 പൈസയുടെ നേട്ടം ഉണ്ടാക്കി US ഡോളറിനെതിരെ 85.70 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് US ഡോളർ വീക്കനാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഫെഡ് ചെയർമാൻ ജെറോം പവലിനെതിരെ ടെറിബിൾ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരാൻ ഇടയായി. അത് മാത്രമല്ല 2026 ആദ്യ പാദത്തോട് കൂടിയിട്ട് ജെറോം പവലിന്റെ പോസ്റ്റ് കഴിയും. അപ്പോൾ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് പുതിയ ഫെഡ് ചെയർമാനെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് US പ്രസിഡന്റിന്റെ അഭ്യർത്ഥന പ്രകാരം 4ഓളം പുതിയ ഒഫീഷ്യൽസിനെ പരിഗണിക്കുന്നുണ്ട് ഫെഡ് ചെയർമാന്റെ പോസ്റ്റിലേക്ക്. ഈ ഒരു ന്യൂസ് ആണ് ഇന്ന് ഡോളറിനെ വീക്കൻ ചെയ്യുവാനായിട്ട് കാരണമായത്. ഇന്ത്യൻ രൂപ വീക്ക് ആകുന്നതും ബാഡ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസുമായിരുന്നു FIIs നമ്മുടെ മാർക്കറ്റിൽ വിറ്റ് ഒഴിഞ്ഞു പോകാനുണ്ടായിരുന്ന കാരണം. ഇന്ന് ഡോളർ വീക്കൻ ആയത് കൊണ്ട് തന്നെ ഇന്ന് FIIs നമ്മുടെ മാർക്കറ്റിൽ ബയേഴ്സ് ആകാനാണ് ചാൻസ് കൂടുതൽ. ഇന്നത്തെ മാർക്കറ്റ് റാലി കൂടി കാണുന്ന സ്ഥിതിക്ക് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി വളരെ സസ്പെൻസ് ആയിരുന്നു. കാരണം ഏകദേശം 5ലേറെ ആഴ്ചയായി നിഫ്റ്റി 24,500, 25,200 എന്ന റേഞ്ചുകൾക്കിടയിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരു ട്രേഡിംഗ് ആയിരുന്നു. എന്നാൽ ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ അതിനെയൊക്കെ മറികടന്ന് 25,500 എന്ന ലെവലിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിച്ചു. 25,500 ഓപ്ഷൻസ് ഒക്കെ കോൾ സൈഡിൽ റൈറ്റ് ചെയ്തവരൊക്കെ ഇന്ന് ഒരുപാട് സ്ട്രെസ്സിലൂടെ ആയിരിക്കാം ട്രേഡ് അവസാനിപ്പിച്ചിട്ടുണ്ടാകുക. ഇനി നമുക്ക് പ്രധാനമായിട്ടും 3 കാരണങ്ങളായിരുന്നു നമ്മുടെ മാർക്കറ്റിന്റെ റാലിയെ ഇന്ന് സഹായിച്ചത്. ഫസ്റ്റ് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തത് ഡോളറിലുണ്ടായ ഇടിവ് തന്നെ ആണ്. രണ്ടാമതായിട്ട് മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസ് നീങ്ങിയത് കൊണ്ട് അത് ഗ്ലോബൽ മാർക്കറ്റിനെയും നമ്മുടെ മാർക്കറ്റിനെയും സഹായിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് ഇന്നത്തെ റാലിയെ സഹായിച്ചത് ഓയിൽ പ്രൈസിലുണ്ടായ ഇടിവ് തന്നെയാണ്. നമ്മൾ കണ്ടു ഏകദേശം 2 ആഴ്ചയായിട്ട് മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് ഉയർന്നതിനെ തുടർന്ന് എണ്ണ വിലയിലുണ്ടായ വൻ കുതിച്ചുചാട്ടം. സോ അതെല്ലാം കഴിഞ്ഞ് മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം സ്റ്റേബിളായി. ഇന്നത്തോടുകൂടി ഈ മാസത്തെ എക്സ്പയർ നിഫ്റ്റിയുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ചയായിട്ട് നിഫ്റ്റിയിൽ പുതിയ പൊസിഷൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടും. തിങ്കളാഴ്ചയോടുകൂടി കൂടിയിട്ട് നമുക്ക് പുതിയ ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു ഏകദേശ രൂപരേഖ കിട്ടുള്ളൂ. കാരണം ട്രംപിന്റെ താരിഫ് ഭീഷണി നിലനിൽക്കുന്നതിനാലും ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് മിഡിൽ ഈസ്റ്റിൽ മാറിയെങ്കിൽ കൂടിയും ഇനി ഒരു വീക്കെൻഡ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. സോ പ്രൊഫഷണൽ ട്രേഡേഴ്സും ബിഗ് പ്ലെയേഴ്സ് ഒക്കെ വലിയ റിസ്കുകൾ എടുക്കാൻ ചാൻസുകൾ വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. തിങ്കളാഴ്ചയോട് കൂടിയിട്ടായിരിക്കാം മാർക്കറ്റിൽ ഒരു ട്രെൻഡ് കാണുവാനായിട്ട് തുടങ്ങുന്നത്. ചിലപ്പോൾ നാളെയും കാണാം. മാർക്കറ്റല്ലേ, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മുൻകൂട്ടി. ഇന്ത്യ വിക്സ് ഇന്നും 2.85% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 12.59 എന്ന
നിലയിലാണ്. അതുകൊണ്ട് തന്നെ പ്രീമിയംസ് ഒക്കെ അൾട്രാ ലോ ആണ്. ഓപ്ഷൻ റൈറ്റേഴ്സ് ഒക്കെ ഒന്ന് കെയർഫുൾ ആകണം. കാരണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിക്സ് ഷൂട്ടപ്പ് ആകുമ്പോൾ ഐവിയും ഷൂട്ടപ്പ് ആകും. അപ്പോൾ ഇപ്പോൾ അൾട്രാ ലോയിൽ കിടക്കുന്ന പ്രീമിയംസ് ഒക്കെ കുതിച്ച് ചാടുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് കോൺഷ്യസ് ആവുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി പറഞ്ഞുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നെസ്ലെ ഇന്ത്യ കമ്പനിയുടെ ബോർഡ് 1:1 റേഷ്യോയിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുവാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതായത് ഒരു ഷെയർ നെസ്ലെ ഇന്ത്യയുടെ ഹോൾഡ് ചെയ്യുന്നയാൾക്ക് ഒരു ഷെയർ ബോണസ് ആയിട്ട് ലഭിക്കും. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് 190 കോടി രൂപ കമ്പനിയുടെ സബ്സിഡറിയായ പേയ്മെന്റ് ബാങ്കിലേക്ക് ഇൻഫ്യൂഷൻ ചെയ്തു എന്നുള്ള വാർത്തകള്. ദിലീപ് ബിൽഡ്കോൺ 1060 കോടി രൂപയുടെ എക്സ്പ്രസ് വേ പ്രോജക്റ്റ് കമ്പനി കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള വാർത്ത. മൊബിക്വിക് സ്റ്റോക്കില് ഇന്നൊരു 6% ഫോള് കണ്ടു. കാരണം നെറ്റ്1 അപ്ലൈഡ് ടെക്നോളജീസ് 9% വരുന്ന സ്റ്റേക്ക് സെല്ല് ചെയ്ത് ഒഴിയുകയുണ്ടായി ബ്ലോക്ക് ഡീൽ വഴി. തേജസ് നെറ്റ്വർക്ക് കമ്പനി ജപ്പാൻ ബേസ്ഡ് ആയ രാക്കൂട്ടൻ സിംഫണിയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് ടൈഅപ്പിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്ത. ടാറ്റ സ്റ്റീൽ 1563 കോടി രൂപ ക്യാപിറ്റല് കമ്പനിയുടെ സബ്സിഡറി ആയ ടി സ്റ്റീൽ ഹോൾഡിംഗ്സിലേക്ക് ഇൻഫ്യൂഷൻ ചെയ്തു എന്നുള്ള വാർത്ത. വോഡഫോൺ ഐഡിയ കമ്പനിയുടെ ഒഫീഷ്യൽസ് SBIയുടെ നേതൃത്വത്തിൽ പല ബാങ്കിന്റെ കൺസോർഷ്യവുമായിട്ട് ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 25,000 കോടി രൂപ ലോൺ ആയിട്ട് ഫണ്ട് റേസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് റേസ് ചെയ്യുന്നത്. ഏവർക്കും നന്ദി, നമസ്കാരം. രാവിലെ 8 മണിക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം.